വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനമാണ് സ്ഥാനാർത്ഥികൾ മൂന്നുപേരും മുന്നോട്ട് വയ്ക്കുന്നത്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ പരിഗണന നൽകുമെന്നാണ് LDFിൻ്റെ തോമസ് ചാഴിക്കാടൻ പറയുന്നത്. ടൂറിസം മേഖലയിലെ വികസന സാധ്യതകൾ അടക്കമാണ് UDF സ്ഥാനാർത്ഥിയുടെ മനസ്സിലുള്ളത്. ഫ്രാൻസിസ് ജോർജ് അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. റബ്ബർ കർഷകരുടേതടക്കമുള്ള കാർഷിക മേഖലയിലെ വികസനമാണ് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ലക്ഷ്യം വയ്ക്കുന്നതും. കോട്ടയം പാർലമെന്റ് മണ്ഡലം പൊതുവെ ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ്. കുമരകം ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുമരകത്തിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുമരകവും ആലപ്പുഴയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ മേഖലകളും മൂന്നാർ, ദേവികുളം ഉൾപ്പെടെയുള്ള തേക്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ നല്ല പഠനവും റിസർച്ചും നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ നിലനിർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കും. അതിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വികസന കാഴ്ചപ്പാട് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞാൻ പറഞ്ഞില്ല, കോട്ടയം ഒരു പൈതൃക നഗരമാക്കുക. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആണ്. അപ്പൊ അത് ടൂറിസത്തിന് വലിയൊരു ബൂസ്റ്റിംഗ് നൽകുന്ന ഒരു സംരംഭമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും മൊത്തത്തിലുള്ള വികസനത്തിന് അത് പ്രയോജനം ചെയ്യും. ഒന്ന്. രണ്ട്, റബ്ബർ അധിഷ്ഠിത വ്യവസായം എന്നുള്ള നിലയിൽ കേരള റബ്ബർ ലിമിറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഉള്ള ഒരു വളരെ ശക്തമായ ഒരു സമ്മർദ്ദവും അതിലേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ റബ്ബർ ബോർഡിന്റെയോ ഒക്കെ സഹായം ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകും. ട്രാവൻകൂർ സെമിൻസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചനകൾ നടത്തും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വേമ്പനാട് ലേക്ക് അതോറിറ്റി രൂപീകരിച്ച ഒരു ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റഡി നടത്തിയാലാണ് ഈ കക്ക വരാൻ പറ്റുമോ അതിന്റെ മറ്റ് ഇംപ്ലിക്കേഷൻസ് എല്ലാം. യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ യുവാക്കൾക്ക് അപ്രന്റീസ്ഷിപ്പ് എന്നുള്ള നിലയിൽ 1,00,000 രൂപ ഒരു വർഷം കൊടുക്കുക. എന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് റബ്ബറിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം, ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പിൽഗ്രിമേജ് ടൂറിസം സർക്യൂട്ടുകൾ, അതുപോലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ട്. അത് സമഗ്രമായ വികസനം ചെയ്യേണ്ട ആൾ ഇപ്പോൾ ജയിച്ചാൽ ചെയ്യേണ്ട ഞാനാണ്. അത് ഞാൻ ചെയ്യും. അതിനെനിക്ക് പ്രധാനമന്ത്രി എടുത്തൊന്നും അമ്പയരെടുത്തു എനിക്ക് അതിന് ഉറപ്പുണ്ട്. കാർഷിക മേഖലയിൽ ആയിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതുപോലെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും.